ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡേറ്റ സയൻസ് അക്കാദമി. ഇത് നമ്മുടെ അറേ ഇനീഷ്യലൈസേഷൻ സീരീസിന്റെ പാർട്ട് 3 ആണ്. ഇതിൽ നമ്മൾ നമ്പയിലെ വൺസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് നമുക്കൊരു അറേയിലെ എല്ലാ വാല്യൂസും 1 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് അറേനെ ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. വൺസ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 3 പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്: ഷേപ്പ്, ഡി ടൈപ്പ് ആൻഡ് ഓർഡർ. ഷേപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് ഇൻറ്റിജേഴ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ അറേയുടെ ഡയമെൻഷൻ എങ്ങനെയാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ പാരാമീറ്റർ ഡി ടൈപ്പ് ആണ്. ബൈ ഡിഫോൾട്ട് നമുക്ക് ക്രിയേറ്റ് ആവുന്ന അറേയിലെ എല്ലാ വാല്യൂസും ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും. ആൻഡ് അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഡി ടൈപ്പ് എന്ന പാരാമീറ്റർ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇന്റ്, ബൂൾ തുടങ്ങിയ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് തേർഡ് പാരാമീറ്റർ ഓർഡർ ആണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറേയിലെ വാല്യൂസ് എങ്ങനെയാണ് അതിന്റെ മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നതിന്റെ ഓർഡറിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ 2 വാല്യൂസ് ആണ്, സി ആൻഡ് എഫ്. സി ആണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് സി ആണ് വരുന്നത്. സി ആണെന്നുണ്ടെങ്കിൽ അത് റോ മേജർ ആണ്. നമ്മുടെ അറേയിലെ വാല്യൂസ് റോ ബൈ റോ ആയിട്ടായിരിക്കും മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് എഫ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് കോളം മേജർ ആണ്. കോളം മേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറേയിലെ വാല്യൂസ് കോളം ബൈ കോളം ആയിട്ടായിരിക്കും മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ നോക്കാം. ആദ്യം നമുക്ക് നമ്പർ എന്ന് പറയുന്ന മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് നമ്പർ ആസ് എംപി. ഇനി ഞാനിവിടെ ഒരു വാരിയബിൾ എ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിലേക്ക് ഞാൻ വൺസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അസൈൻ ചെയ്യുകയാണ്. വൺസ്. ആൻഡ് അതിൽ ഞാൻ ഇപ്പോൾ ഒരു ഇൻറ്റിജർ മാത്രമാണ് ഒരു പാരാമീറ്റർ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. And let's check what does it create. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫ്ലാറ്റൻ അറേ ക്രിയേറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാം. അതായത് ഇതൊരു 1 ഡയമെൻഷണൽ അറേയാണ്. ഇതിൽ 5 എലമെന്റ്സ് ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ഷേപ്പ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഷേപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ആൻഡ് ഇതിൽ ഷേപ്പ് വരുന്നത് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു 1 ഡയമെൻഷണൽ അറേയാണ്. ഇതിൽ 5 എലമെന്റ്സ് ആണ് വരുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിനെ 2 ഡയമെൻഷൻ ആക്കണമെങ്കിൽ അഡീഷണലി ഇതിനൊരു ട്രിപ്പിൾ ഓഫ് വാല്യൂസ് ആക്കിയിട്ട് മാറ്റാൻ പോവാണ്. ആൻഡ് അതിലേക്ക് ഞാൻ ഒരു ഡയമെൻഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇങ്ങനെ നമ്മൾ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് പറയുന്നത് നമുക്ക് വൺസ് മാത്രം ഫിൽ ചെയ്തിട്ട് ഒരു 2 ഡയമെൻഷൻ അറേ ക്രിയേറ്റ് ചെയ്യണം. ആ 2 ഡയമെൻഷൻ അറേയിൽ ഒരു റോയും 5 കോളംസ് ആണ് നമുക്ക് വേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ഇത് ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. ഇതിൽ ഒരു റോ മാത്രമാണ് വന്നിട്ടുള്ളത്. അതിൽ 5 കോളംസ് ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ഷേപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് ആൻഡ് വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇതിൽ 2 നമ്പേഴ്സ് ആണ്. 2 നമ്പേഴ്സ് 2 ഡയമെൻഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് value indicating the number of rows and second value is indicating the number of columns. And next one നമുക്ക് ഇതൊരു 3 ഡയമെൻഷണൽ ആക്കണമെങ്കിൽ ഇതിലേക്ക് ഒരു വാല്യൂ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമുക്കൊരു 3 ഡയമെൻഷണൽ അറേ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ 3 ഡയമെൻഷണൽ അറേയിൽ 2 ലെയർ ആണ് വരുന്നത്. ഓരോ ലെയറിലും 1 row and 5 columns ആണ് വരുന്നത്. ഇതിന്റെ ഷേപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ you get something like this. And these 3 numbers indicate 3 dimension. And the first number indicating the number of layer or depth in our array, and the second number indicate the number of row, and the third number indicate the number of column in each layer. Okay, so ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ ഒന്നുകളുടെയും കൂടെ ഒരു ഡോട്ട് പോയിന്റ് ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഇതിൽ വാല്യൂസ് ജനറേറ്റ് ആയിരിക്കുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടാണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആയിട്ടാണ്. നമുക്ക് ഇതിനെ ഇന്റിജർ ആക്കണമെങ്കിൽ വി ക്യാൻ യൂസ് ദ സെക്കൻഡ് പാരാമീറ്റർ വിച്ച് ഇസ് ഡി ടൈപ്പ്. ഡി ടൈപ്പ് ഞാൻ ഇൻറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ആയിട്ട് എല്ലാ നമ്പേഴ്സും ഇൻറ്റിജർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി എനിക്ക് ഇതിൻ്റെ ഓർഡർ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഫ്ലാഗ്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. അത് ചെക്ക് ചെയ്യാനായിട്ട് എ ഡോട്ട് ഫ്ലാഗ്സ് എടുക്കുക. അതിൽ എനിക്കിപ്പം ഇത് സീക്വന്റിഗ്യസ് ആണോ അല്ലെങ്കിൽ റോ മേജർ ആണോ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വാല്യൂ ആണ് സീക്വന്റിഗ്യസ് എന്ന് പറയുന്നത്. ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു അറേ വന്നിട്ട് സി സ്റ്റാൻ അല്ലെങ്കിൽ റോ മേജർ ഓർഡർ ആയിരിക്കും. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ട്രൂ. ആൻഡ് ഞാൻ ഇതിന്റെ ഓർഡർ മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ ഓർഡർ വന്നിട്ട് ഞാൻ എഫിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എഫിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം
ഞാൻ ഇവിടെ വീണ്ടും ഈ ഒരു സി കോണ്ടിഗ്യൂസ് വാല്യൂ വെച്ചിട്ട് ഈ ഫ്ലാഗ്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഫോൾസ് വരും. അപ്പൊ നമ്മുടെ ഓർഡർ മാറി, സി മേജർ ഓർഡർ മാറിയിട്ട് അത് കോളം മേജർ ഓർഡർ ആയിട്ടുണ്ടാവും. അപ്പം അത് കോളം മേജർ ഓർഡർ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സിക്ക് പകരം എഫ് കോണ്ടിഗ്യൂസ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ട്രൂ ഹിയർ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ 3 പാരാമീറ്ററും യൂസ് ചെയ്യുന്നത്.